നിതീഷ് കുമാർ എൻഡിഎയുടെ ഭാഗമാകുമോ എന്നതിൽ തീരുമാനം ഇന്ന് ഉണ്ടായേക്കും. ബിജെപി, ആർജെഡി, ജെഡിയു, കോൺഗ്രസ് പാർട്ടികളുടെ നിയമസഭാ കക്ഷി യോഗങ്ങൾ ഇന്ന് ചേരും. നിതീഷ് കുമാറിനെ പ്രതിരോധിക്കാനുള്ള ബദൽ നീക്കങ്ങളും ശക്തമാണ്. അതിനിടെ മഹാഗത്ബന്ധൻ സർക്കാർ വീഴുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ ഉന്നത ഉദ്യോഗസ്ഥരെ കൂട്ടമായി സ്ഥലം മാറ്റി. 22 IAS ഉദ്യോഗസ്ഥരെയും 79 IPS ഉദ്യോഗസ്ഥരെയുമാണ് സ്ഥലം മാറ്റിയത്. വിവരങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്ന് തൗഫീഖ് അസ്ലം ചേരുന്നുണ്ട്. തൗഫീഖ്, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് പടിക്കൽ കൊണ്ട് കലം ഉടച്ച ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ നിതീഷ് കുമാറിന്റെ നീക്കം കൊണ്ടുണ്ടാകാൻ പോകുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം എപ്പോൾ ഉണ്ടാകും? രേഷ്മ, ഇന്നോ നാളെയോ ഉണ്ടാകുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ബിജെപിയുമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നിതീഷ് കുമാർ തുടങ്ങിയിരിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്നാൽ എന്നായിരിക്കും അദ്ദേഹം എൻഡിഎയിലേക്ക് പ്രവേശനം ഉണ്ടാവുക എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയോ അല്ലെങ്കിൽ നാളെയോ അദ്ദേഹം എൻഡിഎയുടെ ഭാഗമായി വീണ്ടും എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഞാനിപ്പോൾ ഉള്ളത് ഡൽഹിയിലെ ജെഡിയുവിന്റെ ഓഫീസിലാണ്. ഇവിടെ വലിയ തിരക്കുകളൊന്നുമില്ല, വലിയ പ്രവർത്തകരൊന്നും ഇതിനോടകം തന്നെ ഇവിടെ എത്തിയിട്ടുമില്ല. വലിയ ചർച്ചകളുമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഡൽഹിയിൽ ഉൾപ്പെടെ നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നിതീഷ് കുമാർ എന്തായാലും എൻഡിഎയിലേക്ക് പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറായി കഴിഞ്ഞുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതേസമയം ആർജെഡി വലിയ രീതിയിലുള്ള ചർച്ചകളുമായി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ലാലു പ്രസാദ് യാദവ് നിതീഷ് കുമാറുമായിട്ടുള്ള ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വിട്ടുപോകരുത് എന്നുള്ളൊരു അഭ്യർത്ഥന ലാലു പ്രസാദ് യാദവ് നിതീഷ് കുമാറിന് മുന്നിൽ വെച്ചിരുന്നു. എന്നാൽ നിതീഷ് കുമാറിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഒരു അനുകൂലമായിട്ടുള്ള മറുപടി ഉണ്ടായില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതോടൊപ്പം തന്നെ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെ നിതീഷ് കുമാറുമായി ചർച്ച നടത്തണമെന്നുള്ളൊരു ആവശ്യം അഖിലേഷ് യാദവ് മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ മല്ലികാർജ്ജുൻ ഖാർഗെ അതിന് തയ്യാറായിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതിന് ഈ യാത്രയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് നിതീഷ് കുമാറിനെ ഈ യാത്രയിലേക്ക് ക്ഷണിച്ചിരുന്നു. ബീഹാറിലേക്ക് എത്തുമ്പോൾ ഈ യാത്രയിൽ പങ്കെടുക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആ സമയം അദ്ദേഹം അതിനോട് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തിയിരുന്നില്ല. അതിനെ തുടർന്നാണ് ഇപ്പോൾ നിതീഷ് കുമാറുമായിട്ടൊരു ചർച്ചയ്ക്ക് കോൺഗ്രസ് ഇപ്പോൾ തയ്യാറാകുന്നില്ല എന്നുള്ള വാർത്തകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. എൻഡിഎയിലേക്കുള്ള അദ്ദേഹത്തിന്റെ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. നാളെയായിരിക്കും MLA-മാരുടെ യോഗം നിതീഷ് കുമാർ വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിലായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് BJP-യുടെ നേതൃയോഗങ്ങൾ നടക്കുന്നുണ്ട്. ഈ BJP-യുടെ നേതൃയോഗത്തിൽ നിതീഷ് കുമാർ പാർട്ടിയിലേക്ക് സഖ്യത്തിലേക്ക് തിരികെ എത്തുന്ന കാര്യം പാർട്ടി വിശദമായി തന്നെ ചർച്ച ചെയ്യും. നിതീഷ് കുമാർ പ്രധാനമായും ചോദിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനം തന്നെയാണ്. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം ഇല്ലാതെ വേണമെങ്കിൽ നിതീഷ് കുമാറിലേക്ക് പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ സഖ്യത്തിലേക്ക് തിരിച്ചെത്താമെന്നുള്ള ഒരു നിലപാടാണ് BJP എടുത്തിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെങ്കിൽ BJP എടുത്തോളൂ എന്നുള്ള നിർദ്ദേശവും കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചതായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ BJP ഇതിലൊരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. നിതീഷ് കുമാറിന്റെ പക്ഷത്തുള്ള പല ആളുകൾക്കും ഇതിനോട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു സമയത്ത് തന്നെ വളരെ വേഗം എൻഡിഎയിലേക്ക് ചേക്കേറുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് നിതീഷ് കുമാർ എൻഡിഎയുടെ ഭാഗമായി തന്നെ തുടരണമെന്ന് ജെഡിയുവിലെ ഒരു ഭാഗം ഇപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അദ്ദേഹം അതിനോടൊരു അനുകൂലമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി നിതീഷ് കുമാർ ഒരു പ്രഖ്യാപനം നടത്തിയേക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. BJP-യുടെ ഭാഗത്തു നിന്നുകൊണ്ടും കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും ഇതുവരെയും പുറത്തു വരുന്നില്ല. BJP സംസ്ഥാന അധ്യക്ഷന്മാർ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് തങ്ങൾ യോഗം ചേരുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നിതീഷ് കുമാറിന്റെ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ചർച്ചയിൽ ഉണ്ടാകില്ല എന്ന് BJP പറയുമ്പോഴും ആദ്യ 2 വർഷം നിതീഷ് കുമാർ ഉണ്ടായപ്പോൾ 2 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടായിരുന്നു. ഈ ജാതി സമവാക്യങ്ങളൊക്കെ പരിഗണിച്ച് തന്നെയായിരുന്നു. അപ്പോൾ തിരിച്ചെത്തുമ്പോഴും ഈ ഫോർമുല തന്നെയായിരിക്കുമോ ഉണ്ടാവോ? ഇക്കാര്യത്തിൽ ഏത് തരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്? നിതീഷ് കുമാർ ആ ഒരു ഫോർമുലയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് തന്നെ തരേണ്ടി വരും. അങ്ങനെയെങ്കിൽ പാർട്ടിയിലേക്ക് സഖ്യത്തിലേക്ക് തിരിച്ചെത്താം എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം BJP അറിയിച്ചിരിക്കുന്നത്. എന്നാൽ BJP-യിലെ ഒരു വിഭാഗം ആളുകൾ ഇതിനോടൊരു അനുകൂല സമീപനം സ്വീകരിച്ചിട്ടില്ല. കാരണം അദ്ദേഹം പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ സഖ്യത്തിൽ നിന്ന് പോയൊരു വ്യക്തിയാണ്. വീണ്ടും അദ്ദേഹത്തിന് ഈ സഖ്യത്തിലേക്ക് എത്തണമെങ്കിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിവാക്കിക്കൊണ്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് സഖ്യത്തിലേക്ക് ചേക്കേറാം അല്ലെങ്കിൽ സഖ്യത്തിലേക്ക് എത്താം എന്നുള്ളതാണ് BJP-യുടെ ഒരു വിഭാഗം നേതാക്കൾ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് BJP ഇതിൽ എന്ത് തീരുമാനമെടുക്കുക എന്നുള്ളതിൽ ഒരു
ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. കേന്ദ്ര നേതൃത്വങ്ങളുമായി ഉൾപ്പെടെ ചർച്ച ചെയ്തതിനു ശേഷമാകും നിതീഷ് കുമാറിന് സഖ്യത്തിലേക്ക് എടുക്കുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കടക്കുക. ഇന്ന് നടക്കുന്ന ബിജെപിയുടെ നേതൃയോഗങ്ങളിൽ ഉൾപ്പെടെ ഈ വിഷയം കാര്യമായി തന്നെ ചർച്ച ചെയ്യും. അതിനുശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോവുക. കോൺഗ്രസിന്റെ MLA-മാരുടെ യോഗവും ഇന്ന് നടക്കുന്നുണ്ട്. ഇതിലെല്ലാം വലിയ രീതിയിലുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെ ഉണ്ട്. 19 MLA-മാരാണ് കോൺഗ്രസിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു 10 MLA-മാർ BJP-യിലേക്ക് ചേക്കേറുന്നു എന്നുള്ള വാർത്തകൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു കോൺഗ്രസ് MLA-മാരുടെ യോഗം ഇപ്പോൾ വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതേസമയം കോൺഗ്രസ് പറയുന്നത് നിതീഷ് കുമാർ ഇപ്പോഴും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്, ഇന്ത്യ മുന്നണിയുടെ മുതിർന്ന നേതാവാണ് നിതീഷ് കുമാർ ഒരിക്കലും NDA-യുടെ ഭാഗമായി ഇനി തിരികെ പോകില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം കോൺഗ്രസ് നേതാക്കൾ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഇതുവരെയും ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളും ഉണ്ടായിട്ടില്ല. ഇന്ത്യ മുന്നണിയിലെ മുതിർന്ന നേതാക്കളെല്ലാം നിതീഷ് കുമാറുമായിട്ട് സംസാരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, ഫോണിൽ സംസാരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അദ്ദേഹം ഫോണിൽ സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധി അദ്ദേഹത്തെ സംസാരിക്കാൻ അയാളുടെ ശ്രമങ്ങൾ നടത്തിയെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. നിതീഷ് കുമാറിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇതുവരെയും ഈ സഖ്യത്തിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു പ്രതികരണങ്ങളും ഇതുവരെയും ഉണ്ടായിട്ടില്ല.